എന്താ സ്നേഹം? ആകാശത്ത് പറന്നു വന്നാന്നേ. എലിക്കുട്ടിയമ്മ പൽപ്പൊടി കൊടുക്കാൻ പോകണം ഞാനാണേ. നിങ്ങൾ കണ്ടെത്ത മടുത്ത സീനുകളാണ്. ഇന്ന് എങ്ങനെയാണെന്ന് നോക്കാം. ഒത്തിരി നാളായി ഞാൻ അമ്മയ്ക്ക് പൽപ്പൊടിയെ കൊണ്ട് കൊടുത്തിട്ട് പല്ല് തേപ്പിച്ചിട്ടൊക്കെ. ഇന്ന് എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് നോക്കട്ടെ, രാവിലത്തെ പെർഫോമൻസ് പോലെയാണോ എന്ന്. രാവിലെ ആ ഞായറുള്ള ഉദ്രക്കട്ടയിലെ വർത്തമാനമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ കിടന്ന് നന്നായിട്ടൊന്ന് ഉറങ്ങി നല്ല ഉറക്കം കഴിഞ്ഞ് ഇങ്ങനെ ഏറ്റി കിടക്കുവാണ്. അപ്പോൾ ഞാൻ പൽപ്പൊടിയായിട്ട് വന്നതാണ്. പല്ല് കഴിക്കാമല്ല, പല്ല് തേക്കണ്ടേ, വല്ലതും കഴിക്കാൻ പാന്നാ ഏക്ക് അമ്മയ്ക്ക് പല്ല് തേക്കാൻ. പല്ല് തേക്കാൻ പല്ല് തേക്കാനാ നീ? പല്ല് തേക്കാൻ ആ പല്ല് തേക്കാനൊക്കെ നേരത്തെ തേച്ചു. എപ്പം? അത് എത്ര നേരം? ഇതിപ്പോൾ അത് രാവിലത്തെ മൂഡ് മാറിയുണ്ടോ? പല്ല് തേക്കാൻ ഇത് മാത്രം പറ്റ അമ്മയും വേണം. ഇല്ല പല്ല് തേച്ചില്ലേ, വാ. ഇത് എന്തിനാന്നേ? പല്ല് തേക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി തേക്ക്, അല്ലെങ്കിൽ കൊണ്ട് കളാം. ഞാൻ തേച്ചതാ. മനുഷ്യർക്ക് സൗകര്യം തരികയെ. ഇപ്പം രാവിലത്തെ എലിക്കുട്ടിയമ്മയല്ല, വെളുപ്പം 7 മണിക്ക് കണ്ട എലിക്കുട്ടിയമ്മയല്ല, 9:30 പിന്നെ വിളിച്ചില്ലല്ലോ. ഇപ്പം എലിക്കുട്ടിയമ്മയുടെ മൂഡ് മാറിപ്പോയി. ഇന്നെ കൊണ്ടുവരണം പറഞ്ഞു. ഇന്ന് ദേഷ്യ മൂഡാണ്. ഇപ്പോൾ ദേഷ്യ മൂഡായി മാറി. ഇതിൻ്റെ ഞങ്ങൾക്ക് തല്ലിച്ചതിന് അവന് ആവശ്യമില്ല. അവനവൻ്റെ കാര്യം അവനും നോക്കാം. പല്ല് തേക്കാൻ പറഞ്ഞ് വിളിക്കുന്ന. പല്ല് തേക്കാൻ പറഞ്ഞ്. എനിക്കിതൊന്നും അറിയത്തില്ല, അവരോട്ട് ഉണ്ട്. പല്ല് തേക്ക്, പല്ല് തേക്ക്, പല്ല് തേക്ക്, പല്ല് തേക്ക്. വല്ലതും തിന്നണ്ടേ? പല്ലൊക്കെ തേച്ചതാ. എവിടുന്ന്? പല്ല് തേച്ചില്ല. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. നിങ്ങളല്ലേ പറയുള്ളൂ. പല്ല് തേക്കുന്നവർക്കറിയാം. എവിടുന്ന്? ഇന്നെ രാവിലെ ഉടക്കാണ്, രാവിലെ ഏറ്റി വന്നേ അടുക്കളെല്ലാം വന്ന് തേക്കുമ്പോ ഞങ്ങൾക്കെല്ലാം അറിയത്തോളൂ. എനിക്കും അറിയാം, അമ്മ തേച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും അറിയാം. ഒരു ദിവസം മുഴുവൻ നടന്ന തേരാണോ? ഒറ്റ പൊന്നോ, ഒരു ദിവസം മുഴുവൻ തേക്കണമെങ്കിൽ പല്ല് വെളുക്കണമെങ്കിൽ ഒരു ദിവസം മുഴുവൻ തേക്കണം. ആഹാ, പല്ല് വെളുക്കണം എന്നുണ്ടെങ്കിൽ ഒരു ദിവസം മുഴുവൻ ഇരുന്ന് തേക്കണം. കേട്ടതാ? ആരെ? എലിക്കുട്ടിയമ്മയുടെ പല്ല് മുഴുവൻ നന്നായിട്ട് തേക്കണ്ടേ? അതൊക്കെ ഞാൻ തേച്ചോളാം. ഞങ്ങള് തേച്ചോളാം. അത് ഞങ്ങൾ വേറെ ആരും വേണ്ട. ആണോ? എന്നാ ഞങ്ങള് പോവാ. പോയേക്കാം. ഇവിടെ പുതിയ ഭാഷണമായിട്ട് വന്നിരിക്കുന്നു. ഞാൻ പോവാ. എവിടെ ഇറങ്ങിയതാണ്? ആകാശത്തുനിന്ന് വന്ന നാള് പറഞ്ഞില്ലായിരുന്നോ? ആകാശത്തുനിന്ന് വന്നതാന്ന്. ആകാശത്ത് പറന്നു വന്നാന്നേ. തീരാ പോവാ. തീരുവാ, അവിടെ എല്ലാം തീരും ഇപ്പൊ. ഒരുപാട് തീരുവാ. നീ ഇല്ല. പള്ളിയിൽ പോരുന്നുണ്ടോ? മനുഷ്യന് ഭയങ്കര ശല്യോ മനുഷ്യരെ കൊണ്ട്. എന്നാ കടന്നു പോയാ മതി. ഇപ്പൊ ഇന്ന് ഇച്ചിരി കഴിഞ്ഞിട്ട് കൊടുത്താ മതി. ഓരോ വേഷമായിട്ടാണ്. ഓരോ വേഷം കെട്ടി ഇറങ്ങിയേക്കുവാ അല്ലേ? ഓരോ വേഷം കെട്ടി ഇറങ്ങിയേക്കുവാ. അതേന്നേ. ചുമ്മാ എലിക്കുട്ടിയമ്മേനെ പഠിപ്പിക്കാൻ വേണ്ടി. പണം ഉണ്ടാക്കാനാണോ? അങ്ങനെ പണം ഉണ്ടാക്കണേ? 10 പേരായ 10 പേരെ ഇങ്ങനെ ആക്കുമ്പോഴത്തേന് വളരെ പടിയായി. ആണോ? എങ്ങനെയാക്കുമ്പോഴാ? കൊടുക്കണം. എങ്ങനെയാക്കുമ്പോഴാ? വേഷം കളിയൊക്കെ ആയി. പല്ല് വെക്കുമ്പോഴാണോ? ഇതിനെയൊക്കെ ഒന്നിനെ അടുപ്പിക്കാൻ കൊടുക്കും. അമ്മ വേറെ എന്തോ കാര്യമാണ് പറയണേ. അതോ ബന്ധമില്ലാത്ത. അതെങ്ങനെ പണം ഉണ്ടാക്കാൻ വന്നാ? അടുക്കും ചിട്ടയില്ലാത്തതിനെ ഒന്നിനെ ഒരു കാര്യത്തിനും ജയിക്കും. അമ്മ എന്തോ കാര്യം ആലോചിച്ച് കിടക്കുമായിരുന്നു. മനുഷ്യരാദ്യം പറഞ്ഞു ഓട് നടത്തുന്ന കാര്യം. മനുഷ്യന് ബുദ്ധിയും പോണം വേണം, അറിവും വേണം. ഇതൊന്നുമില്ല. വേറെ എന്തോ കാര്യം ആലോചിച്ച് കിടന്നതിനിടയ്ക്കാണ് നമ്മൾ പൽപ്പൊടിയായിട്ട് വന്നത്. വേറെ എന്തോ ആണ് മൈൻഡിലുള്ളത്. ആണ് എലിക്കുട്ടിയമ്മ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് തോന്നുന്നു. വിവരം വിദ്യാഭ്യാസം ഇല്ലാത്തവരുടെ കൂട്ടം. ആരാമേ? ആരാ? ആ വന്ന പെണ്ണുമ്പിള്ളിയാണോ? ആരാന്നോ? ഇപ്പോൾ ഉള്ളതൊക്കെ. ഇപ്പോൾ ഉള്ളതൊക്കെയാണോ? ഞാനോർത്ത് ഇപ്പോൾ വന്ന ജോമയുടെ കാര്യമാണ് പറഞ്ഞെന്ന്. നാട്ടിൽ തലമുറ എല്ലാം തകർത്ത് പരിപ്പണാക്കി. തലമുറയൊക്കെ പുതിയ നന്നായി വരുമല്ലേ. ഇവരൊക്കെ നല്ല ടെക്കുകളായി വന്നുകൊണ്ടിരിക്കുക. ടെക്നോളജി വികസിപ്പിക്കുന്നവരായിട്ട് വന്നിരിക്കുകയാണ്. മനുഷ്യനില്ലാത്ത ലോകത്തിലോട്ട് വരുവാണ്. ഒരു പോക്ക് പോകും, ഒരു പോയിച്ചും വരും. ഒത്തില്ല. ഒത്തില്ല. അത് തന്നെ. എന്തുകൊണ്ടാ? അവനവൻ്റെ ശ്രദ്ധക്കുറവാണ്. ശ്രദ്ധക്കുറവുണ്ടല്ലേ? കിടന്ന് ഉഷാരടിക്കും. അതുകൊണ്ട് വല്ലതും കാര്യം ഒരു കാര്യമില്ല. അവനവൻ ചെയ്യേണ്ടത് ആരംഭം മുതൽ അവസാനം വരെ ഓരോ ചിട്ടയുണ്ട്. ആ ചിട്ട അനുസരിച്ച് വേണം.
അപ്പോൾ അതെല്ലാം വരികയാവും. നമുക്ക് ചിട്ട അനുസരിച്ച് ദോഷവും വരികയില്ല. ചിട്ട അനുസരിച്ച് പല്ലങ്ങ തേച്ചാലോ? ചിട്ട അനുസരിച്ച് അങ്ങ് ചെയ്താലോ? പല്ലങ്ങ തേച്ചാലോ? എന്നാ പല്ലങ്ങ തേച്ചാലോ? പല്ലങ്ങ തേച്ചാലോ ഒന്ന്? പല്ലോ? ആ പല്ലൊക്കെ തേച്ചിട്ട് എത്ര നേരമായി? എവിടുന്ന്? ഓ ഇല്ലെന്ന് ഇപ്പോൾ കിടന്ന് വീട്ടിൽ നിന്ന്. അതിന് വീട്ടിൽ പോയില്ലല്ലോ. വീട്ടിൽ നിന്ന് പല്ല് തേച്ചത് ഇല്ല, വീട്ടിൽ നിന്ന് പോണേ ഉള്ളൂ. നമ്മൾ പല്ല് തേച്ചിട്ടാ വീട്ടിൽ പോണേ. പല്ല് തേച്ച് കഴിച്ചിട്ടാ വീട്ടിലോട്ട് പോണുള്ളൂ. വീട്ടിലോട്ട് പോയില്ലല്ലോ. വീട്ടിലോട്ട് പോയില്ലല്ലോ. എങ്ങോട്ട്? വീട്ടിൽ പോയില്ലെന്നേ നമ്മൾ. അതിന് പല്ല് തേച്ച് കഴിച്ചിട്ട് വേണം വീട്ടിൽ പോകാൻ. വീട്ടിലോട്ടോ? ആ അത് വീട്ടിലോട്ടല്ലേ പോകണം. ആ പല്ല് തേച്ച് പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ എന്ത് ചെയ്യേണ്ടത് അവിടെ ചെയ്യും. പിന്നത്തെ വല്ല പിന്നെ അല്ലാത്തടത്ത് ചെല്ലും. ആ അല്ല നമുക്ക് ഇപ്പോൾ പല്ല് തേച്ചാലോ? മനുഷ്യരായിട്ട് കുഴപ്പമില്ല. ഇപ്പം പല്ല് തേച്ച് സൗകര്യമില്ല. പല്ല് തേച്ച് കഴിച്ചിട്ട് വീട്ടിലോട്ട് പോവാം. പല്ല് തേച്ചേ എന്നാന്നേ? പല്ല് തേച്ച് കഴിച്ചിട്ട് വീട്ടിൽ പോവാം. അതോ ഇപ്പം ഉച്ച കഴിഞ്ഞ് തേക്കുന്നുള്ളോ? എന്നാ പല്ല് തേച്ച് ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിൽ പോവാം. പല്ല് തേച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിൽ പോവാം. പല്ല് തേച്ചിട്ടാണ് മക്കളെ വീട്ടിൽ പോകാനോ? ആ അതല്ലാതെ ചെന്നാൽ അവർ കയറ്റിയല്ലേ? അല്ലാതെ എന്നാൽ അവർ കയറ്റിയില്ല. മണാന്ന് പറയും. ഭക്ഷണം കഴിക്കാതെ പോകാൻ പറ്റുമോ? എന്നാ ഇങ്ങനെയൊക്കെ തുടങ്ങിയ? അത് കുറേ നാളായി. പുതിയ ഭാഷ. ആ ഇപ്പം അങ്ങനെയാ, ഭാഷണമായിപ്പോയില്ല. എന്നാ ഇനി മക്കളുടെ ഇടത്തോട്ട് പോകണ്ടല്ലോ. ആ മക്കളുടെ അടുത്തോട്ട് പോകണ്ട. ആ അതല്ലേ പറഞ്ഞു ഇവിടെ നിന്നാൽ മതി എന്ന് പറഞ്ഞു. ഒറ്റയ്ക്ക് പൊക്കോണ്ടാ മതി. ആ ഇവിടെ നിന്നാൽ മതി എന്ന് പറഞ്ഞതല്ലേ. ഇവിടെ നിന്നാൽ മതി, അപ്പോൾ കുഴപ്പമില്ല. ഇവിടെ നിന്നാൽ മതി. ഇനി മക്കളുടെ അടുത്തോട്ടൊന്നും പോകണ്ട. നമുക്ക് ഇച്ചിരി കഴിഞ്ഞ് എലിക്കുട്ടിയമ്മയ്ക്ക് വലുതൊക്കെ കൊടുത്ത് നോക്കാം. ഇതിപ്പം വന്നപ്പോഴേ ദേഷ്യമാണ്. രാവിലെ ഭയങ്കര ഹാപ്പി ആയിട്ട് വന്ന എലിക്കുട്ടിയമ്മയാണ്. എലിക്കുട്ടിയമ്മ ഇപ്പോൾ വന്നപ്പോൾ ദേഷ്യത്തിലാണ്. അപ്പോൾ ചിലപ്പോൾ എലിക്കുട്ടിയമ്മയുടെ മൈൻഡിൽ വേറെ എന്തെങ്കിലും ചിന്ത നിൽക്കുന്ന ഭാഗമായിരുന്നായിരിക്കും നമ്മൾ പൽപ്പൊടിയായിട്ട് വന്ന സമയത്ത്. അതുകൊണ്ടായിരുന്നായിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണ് ഓരോ മാറ്റങ്ങൾ വരുന്നത്. ഏതാണ്ടൊക്കെ കിടന്ന് പറയുന്നുണ്ട്. ഞാനിങ്ങനെ വന്നപ്പോൾ തന്നെ ശല്യപ്പെടുത്തുമെന്നോ ഏതാണ്ടൊക്കെയാണ് എലിക്കുട്ടിയമ്മ പറയുന്നത്. ഞാൻ പല്ലിയൊക്കെ അങ്ങോട്ട് കൊടുത്ത് പൊടി കൊണ്ട് വന്നപ്പം ദേഷ്യപ്പെട്ട് സംസാരിച്ച് എലിക്കുട്ടിയമ്മ ഇപ്പോൾ എണീറ്റ് വന്നിട്ടുണ്ട്. എണീറ്റ് വന്ന് വാതൊക്കെ വന്ന് ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. വഴിയിലെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് എലിക്കുട്ടിയമ്മ ഇങ്ങനെ നിൽക്കുവാണ്. എലിക്കുട്ടിയമ്മയ്ക്ക് ഒന്നും കൂടെ പൽപ്പൊടി കൊടുത്ത് നോക്കാം. പല്ല് തേക്കോ ഇല്ലെന്നൊന്നും അറിയാലോ. ഇവിടെയൊക്കെ മൂടുകൾ ഓരോ ദിവസവും വ്യത്യസ്തമാണ്. അതൊക്കെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെയുള്ള വീഡിയോ ചെയ്യുന്നത്. നമ്മൾ മെൻ്റലി ആയിട്ടുള്ള വ്യത്യാസങ്ങൾ കാണിക്കാൻ വേണ്ടിയാണ്. പല്ല് തേക്കണ്ടേ? പല്ല് തേക്കണ്ടേ? ഇല്ലെന്ന് തേച്ചില്ലെന്നേ. എന്നാൽ മൊത്തം എതിരൂടാണല്ലോ. രാവിലത്തെ മൂടല്ലല്ലോ. എന്നാൽ പല്ല് തേച്ചോ അമ്മേ? അമ്മ തേക്ക്, ഞാൻ തേച്ചതാ. അമ്മ ഒന്നും കഴിച്ചില്ലല്ലോ. കഴിക്കണ്ടേ? കഴിക്കണ്ടേ? എല്ലാം കഴിക്കണ്ടേ? ഭക്ഷണം വല്ലതും കഴിക്കണ്ടേ? ഇല്ലെന്നേ, ഭക്ഷണം കഴിക്കണം. നമ്മൾ കഴിച്ചില്ല. വാ പല്ല് തേച്ച് എന്നിട്ട് കഴിക്കാം. പല്ല് തേച്ചിട്ട് കഴിക്കാം. വാ. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ പത്രത്തിലൊരു വാർത്ത വായിച്ചു. ആ പാടെ മനസ്സ് തകർന്നു പോയൊരു വാർത്തയാണ്. ഒരു മകൻ മാതാപിതാക്കളെ കൊലപ്പെടുത്തിയ വാർത്ത. എങ്ങനെ അതൊക്കെ അല്ലേ സാധിക്കുന്നു എന്നുള്ള. ഒരു കുഞ്ഞ് അമ്മയുടെ വയറ്റിൽ രൂപപ്പെടുമ്പോൾ മുതൽ എന്ത് കരുതലും പരിചരണമൊന്നും നൽകിയാണ് അവനെ ഒരു പ്രായം വരെ വളർത്തിക്കൊണ്ട് വരുന്നത്. മാതാപിതാക്കളോടൊക്കെ മക്കളിങ്ങനെയൊക്കെ കാണിക്കുമ്പം എന്ത് വേദനയാണ് ശരിക്കും മാതാപിതാക്കളൊക്കെ സ്നേഹിക്കുന്നവർക്കുണ്ടാകുന്നതല്ലേ. അവൻ്റെ ജന്മത്തെക്കുറിച്ചും അവനെ വളർത്തിക്കൊണ്ട് വന്നതിനെക്കുറിച്ചൊക്കെ അവൻ ഒരു നിമിഷം ആലോചിച്ചെങ്കിൽ ചെയ്യുമോ? പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ്റെ ലഹരിക്കടിമയായിരുന്നെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെയുള്ളവരെ കുറിച്ച് നമ്മളെന്ത് പറയാനാ? നിയന്ത്രിക്കാൻ ആർക്കും പറ്റാതെ വന്നു കഴിഞ്ഞാൽ. അമ്മ പല്ല് തേക്കുന്നുണ്ടോ? പല്ല് തേക്കുന്നുണ്ടോ? എനിക്ക് വേണ്ട. എന്നാൽ പിന്നെ ഈ കൊടുക്കുന്നില്ല. ഇനി എന്നാ സംഭവിക്കണത് പിന്നെ നോക്കാം. തേച്ചാന്ന് പറഞ്ഞിരിക്കുവാണ്. ഈ കൊടുക്കുന്നില്ല ഒരിക്കലും. ഈ ജോമോള് വന്നിട്ട് നോക്കട്ടെ. അല്ല ഇനി ഭക്ഷണം കഴിക്കാൻ പല്ല് തേക്കാൻ ചിലപ്പോൾ കഴിക്കുമായിരിക്കും. കൊടുത്ത് നോക്കാം. എന്നാൽ കാപ്പി എടുക്കട്ടെ? കാപ്പി എടുക്കട്ടെ? കാപ്പി ദേഷ്യത്തില്ല. നോക്കണം. കണ്ണാടി ലൈറ്റിട്ട് കാണിക്കാം. കഴിക്കട്ടെ? എല്ലാം കഴിക്കണ്ടേ? ഉണ്ടോ? ഇപ്പോൾ ലൈറ്റ് തെളിച്ച് മൊത്തം ഇട്ടുകൊണ്ടിരുന്ന എലിക്കുട്ടിയമ്മ എന്നോട് ലൈറ്റ് തെളിക്കുന്നതിന് വഴക്കുണ്ടാക്കുകയാണ്. എല്ലാം കഴിക്കണ്ടേ? പണ്ട് ഇങ്ങനെ വന്ന് നോക്കി നിൽക്കുമായിരുന്നേ. നോക്കി നിന്നിട്ട് കുറേ കമൻട്രിയൊക്കെ ഈ ജനലങ്കിൽ കൂടെയൊക്കെ വിളിഞ്ഞ് നോക്കി നിൽക്കുമായിരുന്നു. അത് തുടർന്ന് വന്നിരിക്കുന്നതാണ്. ഓരോ ദിവസങ്ങളിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്നുണ്ട്. അതാണ് നമ്മളിവിടെ കാണിക്കുന്നത് കൂടുതൽ. പക്ഷേ എല്ലാവരും അത് ഒരേ മോഡലാണെന്ന് വിചാരിച്ചാണ് നമ്മുടെ വീഡിയോസ് അധികം കാണാത്തതെന്ന് തോന്നുന്നു. അപ്പോൾ അതിലേക്ക് അടച്ചു, ചേർത്തടച്ചു, കൂട്ടി. എന്നാ പല്ല് തേക്കാൻ വേണ്ടേ? പല്ല് തേക്കുന്നില്ലേ?
കഴിക്കണ്ടേ? ഏ? രാവിലെ കഴിക്കണ്ടേ? ഏ? രാവിലെ കഴിക്കണ്ടേ? എന്നാ വല്ലതും കഴിക്കണ്ടേന്ന്. വല്ലതും കഴിക്കണ്ടത് ആ അത് കഴിക്കുമ്പോഴല്ലേ ആ അതിന് അതിന് മുമ്പ് വെച്ചാൽ മതി. അതിന് മുമ്പ് തേക്കാനായിട്ടാ. എന്നാ അപ്പോൾ കഴിക്കാൻ സമയമായി. നിങ്ങൾ ഉപ്പും നിങ്ങളോട് തേച്ചോ. ഞാൻ തേച്ചതാ. ഞാൻ തേച്ചോളാം. ഞാൻ തേച്ചതാ. നീ തേച്ചോ. ആ നീ എന്നാ ഇനി വേണ്ട കൊണ്ട് വെച്ചോ. ഇനി എലിക്കുട്ടിയെ തേക്കാനുള്ളൂ. കൊണ്ട് വെച്ചോ. എവിടെയെങ്കിലും കൊണ്ടാ വെച്ചാൽ ശരിയാവും. ഒരു സൈറ്റിൽ കഴിയും കൊണ്ടാ വെച്ചോ. എലിക്കുട്ടി മാത്രമേ തേക്കാനുള്ളൂ. നിങ്ങളെ കൊണ്ടൊക്കെ എന്താ പാടാണെന്ന് പറയാൻ പറ്റി. ആ ഒരു തരത്തിനും പറ്റി. അതിനാ മനുഷ്യൻ ജീവിക്കാൻ അതിനാ ചുമ്മാ ഒരു തൊഴിലുമായിട്ട് നടക്കുമേ. ആ പല്ല് തെപ്പിക്കുന്നു. അതിനെ ചെയ്യാനുള്ളൂ അതിനെ ചെയ്യണം. അത് ചെയ്ത് തീർത്ത് കഴിഞ്ഞേച്ച് വേറെ അടുത്ത പണിക്ക് പോകണം. ഇതങ്ങനെയല്ല. ചുമ്മാ മനുഷ്യരായിട്ടോട്ട് കാണും. കണ്ടമാനം കളിപ്പിക്കും. എന്നാ പറ്റിയേ? എന്തോ ഇല്ല എന്തോ ഇല്ല. ഭക്ഷണം കഴിക്കാൻ പറഞ്ഞാണോ? പല്ല് തേച്ച് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞാണോ കുഴപ്പമായേ? കളിപ്പിക്കുമെന്ന് പറയണേ. പിന്നെ അവിടെ ചെന്ന് നോക്കട്ടെ എങ്ങനെയാണ് കാണിച്ചു വെച്ചാൽ. രാവിലെ വിശക്കൊന്നുമില്ലെന്ന് തോന്നണു. വിശക്കുന്നുണ്ടെങ്കിൽ എല്ലാം റെഡിയായി കഴിക്കേണ്ടതാണ്, വരേണ്ടതാണ്. കാപ്പി പിടിക്കണം അരിയൊക്കെ പറഞ്ഞ് വരേണ്ടതാണ്. തൊഴിലുമായിട്ട് നടക്കുമല്ലേ. ആ പല്ല് തേപ്പിക്കുക. എലിക്കുട്ടിയമ്മേനെ കഷ്ണം കഴിപ്പിക്കുന്ന ഒരു തൊഴിലായിട്ട് നടക്കും അല്ലേ? ഇവിടെ ആരുമില്ല, അവരെല്ലാം പള്ളിയിൽ പോയിരിക്കുകയാണ്. അപ്പോൾ അതാണ് തപ്പി നടക്കണമെന്ന് തോന്നുന്നു. കഴിക്കാനെടുക്കട്ടെ എന്നാ? കഴിക്കാനെടുക്കട്ടെ? അതിനകത്തോട്ട് ഇതിനകത്ത് കയറി ഇറങ്ങുന്നേ? ആ അത് അടയ്ക്കാൻ പോകണോ? ഇതൊക്കെ എലിക്കുട്ടിയമ്മയുടെ വൈകിട്ടത്തെ പരിപാടികളായിരുന്നു. വാതിലൊക്കെ അടച്ചു കൂട്ടൽ. കഴിക്കാനെടുക്കട്ടെ? കേൾക്കുന്നില്ലല്ലോ. ഇപ്പം ആരെയും ഇവിടെ കാണാത്തതുകൊണ്ട് വാതിലൊക്കെ അടച്ച് എലിക്കുട്ടിയമ്മ ജനല അടയ്ക്കണം. ഇപ്പോൾ വൈകിട്ടത്തെ പരിപാടികളൊക്കെയാണ് ആലോചിക്കുന്നത്. ജനലയുടെയൊക്കെ വന്നിട്ടുണ്ട്. വല്ലതും കഴിക്കുക? വല്ലതും കഴിക്കുക? അപ്പം അമ്മ വേറെ കാര്യത്തിൽ ഒരു നന്നായിട്ട് ശ്രദ്ധിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഒട്ടും കേൾക്കാത്തത്. വേറെ എന്തോ ചിന്തയിലും കാര്യങ്ങളിലുമാണ് ഇപ്പോൾ എലിക്കുട്ടിയമ്മ നിൽക്കുന്നത്. കഴിച്ചാലോ? ജനല അടയ്ക്കുന്ന കാര്യം പറഞ്ഞിട്ട് ഇങ്ങനെ പോരുകയാണ്. പക്ഷേ അത് ഇന്നങ്ങ് വിട്ടുപോയി. അതാന്ന് തോന്നുന്നു. ചവിട്ടിയൊക്കെ വലിച്ച് മാറ്റിയൊക്കെ ഇട്ടിട്ടാണ് എലിക്കുട്ടിയമ്മ കഥയൊക്കെ അടയ്ക്കുന്നത്. കാപ്പി കഴിക്കാൻ എടുക്കട്ടെ? കാപ്പി എടുക്കട്ടെ? കാപ്പി എടുക്കട്ടെ? വേണ്ട വേണ്ട അതിനാ? വേണ്ടേ? അതിനെ കഴിക്കുന്നില്ലേ? അതിനവർക്ക് വില എടുത്ത് കഴിച്ചു. അവരവർക്ക് വേണേൽ കഴിച്ചാൽ മതി. ഇപ്പോൾ എലിക്കുട്ടിയമ്മ ഇന്ന് മുറ്റം അടക്കാണ്. അത് മാറ്റൊക്കെ റെഡിയാക്കി ഇടുന്നുണ്ട്. റൂം വഴിയൊക്കെ പോയി ലൈറ്റൊക്കെ ഇട്ട്. ഇപ്പം ആരെയും കാണാത്തതുകൊണ്ട്, ജോമോളെയൊന്നും കാണാത്തതുകൊണ്ടുള്ള മുരങ്ങലാണിത്. ഈ മുരങ്ങൽ ഉണ്ടാകുന്നത് ഇങ്ങനെ ആരെയും കാണാതെ വരുന്ന സന്ദർഭം, പ്രത്യേകിച്ച് ഇവിടെ അനക്കവും വെള്ളമൊന്നും ഇല്ലാതെ ഇരിക്കുന്ന സന്ദർഭങ്ങളിലാണ് ഇങ്ങനത്തെ അമ്മ ഈ ശബ്ദം ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് അതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇപ്പം ഞാനിത് കാണിച്ചത്. ഇപ്പം വിവാഹൻ്റെ മുറിയിലും പോയി നോക്കുവാണ്. കാരണം ആരും ഇവിടെ അനക്കം വെച്ചൊന്നും കേൾക്കുന്നില്ല. അതാണ് എലിക്കുട്ടിയമ്മ പോയി നോക്കുന്നതിൻ്റെ കാര്യം. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ആരെങ്കിലും ഉണ്ടോ? അവിടെ വല്ലവരും ഉണ്ടോന്ന്? ഇവിടെയും അതുപോലെ വാതിലൊക്കെ അമ്മ അടച്ചു കൂട്ടുവാണ്. പാലില്ലാത്തതുകൊണ്ട് എല്ലാ വാതിലും അടച്ചു കൂട്ടുവാണ്. അതൊന്നും അടയ്ക്കണ്ട. കാപ്പി കുടിക്കാൻ പോകണ്ട. ഇതൊക്കെ എന്തിനാ അടയ്ക്കുന്നത്? ഇപ്പം സന്ധ്യ ആയില്ലല്ലോ. ഇനി ഇരുട്ടായതിൻ്റെ പ്രതീതിയാണോ എന്ന് പറഞ്ഞുകൂടാ കേട്ടോ. അച്ഛനൊക്കെ ഇല്ലാതെ വന്നപ്പം എലിക്കുട്ടിയമ്മ എല്ലാം അടച്ചു കൂട്ടുവാണ്. ഒന്നും കൂടെ എലിക്കുട്ടിയമ്മയോട് ചോദിക്കുവാണ് കാപ്പി കുടിക്കുന്നുണ്ടോന്ന്. കാപ്പി കുടിക്കുക? കാപ്പി കുടിക്കുക? കാപ്പിയോ? ആ കുടിച്ചോ. എലിക്കുട്ടിയമ്മയ്ക്ക് വേണ്ടേ? കാപ്പി ഒന്നും വേണ്ട. അതിനാ? രാവിലെ കഴിക്കുന്നില്ലേ? രാവിലെ കഴിച്ചില്ല? ക്ഷീണമല്ലേ? ഇതിനകത്തൊന്നും കാപ്പിയില്ലല്ലോ. അതിനകത്ത് കാപ്പിയൊന്നുമില്ല. അത് കണ്ട് വെള്ളം കൊണ്ട് വച്ചിരിക്കുന്ന. കഴിക്കാൻ എടുക്കട്ടെ? കഴിക്കാൻ എടുക്കട്ടെ? എനിക്ക് വേണ്ട. ആ എനിക്ക് എടുക്കാൻ ആവശ്യക്കാർ എനിക്ക് എടുത്തു തന്നോളൂ. ഞാൻ എടുത്തു കൊടുക്കുന്നതിനുള്ള വിഷയം തോന്നുന്നു കേട്ടോ. എപ്പോഴെങ്കിലും ഒന്ന് എടുത്താൽ പോലെ. ഞാൻ എടുക്കുന്നതിൻ്റെ വിഷയമാണ്. അമ്മയ്ക്ക് അവരെടുത്ത് കൊടുത്തോളൂ എന്നാണ് അമ്മ പറയുന്നത്. അപ്പം ഞാൻ മകനല്ലല്ലോന്നേ, അതാണ് പ്രശ്നം. മകനല്ല, അതിനെയല്ല, നമ്മുടെ ആരുമില്ലാത്തുള്ള രീതിയിലുള്ളൊരു സംഭവം കൊണ്ടാണ് എന്ന് തോന്നണം. എന്നാൽ ഞാൻ തരുന്നില്ല. നമ്മൾ വന്നിട്ട് കഴിച്ചാൽ മതി. നമ്മൾ വന്ന് പലപ്പൊടിയും കൊടുത്ത് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേ എലിക്കുട്ടിയമ്മ ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. പഞ്ചസാര കൂട്ടി എലിക്കുട്ടിയമ്മ അപ്പം കഴിക്കുന്നുണ്ട്. ഇപ്പോൾ ഇഷ്ടം പോലെ വട്ടായി. ചായ കുടിച്ചാ? ചായയൊക്കെ കുടിച്ചോ? ചായയൊക്കെ കുടിച്ചോ? ആണോ? ഒത്തിരി നേരമായോ? അപ്പോൾ ഞാൻ കുടിക്കാൻ വന്നേ ഉള്ളൂ. ഇതേതാ ഈ പെണ്ണ്, ഈ കിടക്കണ പെണ്ണ്?
അതാ കിടക്കണേ, അവിടെ കിടക്കുന്നത് എവിടെയാ? അത് ഇതേ ആ സെറ്റിയെ കിടക്കുന്നില്ലേ, ഏ? ആ സെറ്റിയെ കിടക്കണ ആരാന്ന്? എവിടെയാ? ആ അവിടെയാ? ആ അവിടെയൊരു പെൺകൊച്ചാ. അതേതാ പെങ്കൊച്ച്? അവളിവിടെ വന്നതാ. ഇവിടെ വന്നാണോ? ഒത്തു വന്നതാ. ആണോ? ഇന്ന് വന്നാണോ? എലിക്കുട്ടിയമ്മയോട് പറഞ്ഞില്ലേ ആരാന്നൊന്നും? ഏ? എലിക്കുട്ടിയമ്മയോട് പറഞ്ഞൊന്നുമില്ലേ? അങ്ങനെയാണോ? എലിക്കുട്ടിയമ്മ പറഞ്ഞില്ലേ വന്നത്? അവളെ കേൾക്കണേ. ആരാ അത്? കിടന്നാൽ മനുഷ്യരൊക്കെ നിന്നെ കാണണ്ടേ, അവരെ മനുഷ്യരോട് വർത്താനം പറയണ്ടേ. ആരാ? ഏതാ പെണ്ണ്? അവര് പെൺകൊച്ചാണ്. അത് ശരിക്കും നോക്ക് അങ്ങോട്ട് എന്നിട്ട്. എന്നിട്ട് പറഞ്ഞേ. അവള് ഇവിടെ പഠിച്ചോണ്ടിരിക്കുന്നവളാ. നോക്കിക്കേ, അതേതാ മോന്ത നോക്കിക്കേ, മോന്ത എപ്പോഴും പറഞ്ഞാണല്ലോ, കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടിരിക്കുന്ന മോന്ത നോക്കിട്ട് ആരെ പോലെയുണ്ട്. മോന്തയ്ക്കൊരു കുഴപ്പമില്ല. മോന്തയ്ക്ക് കുഴപ്പമില്ല. ആരാ അത്? അത് ആരമ്മ അറിയോ? അത് ഞാൻ വെച്ചിരിക്കുന്നത്. അത് ചെവി അടച്ചു വെച്ചിരിക്കുന്ന ചെവി. ആരും പറയുന്നത് നമ്മൾ വല്ല അവളോട് പറഞ്ഞാ കേക്കരുത്, അതിന് വേണ്ടിട്ട്. ആരാ അത്? എന്റെ മോളെ അത് വെച്ചാൽ ഓക്കെയാണ്. അത് വെച്ചാ ഒക്കെയാണ്, ചെവി പൊട്ടി പോകുന്നു. തിരിച്ചാ പോകുന്നു. ആ ഉണ്ടോ? ഏതാ അമ്മ ഈ പെങ്കൊച്ച്? അമ്മക്കൊക്കെ അറിയാം ആരാന്നൊക്കെ ഉള്ളത്. അവൾ ചായ കുടിക്കും. മോള് ചായ കുടിക്കാൻ. പേടിയാണോ? എന്റെ പേര് പറയാൻ ചെയ്യണം പോകണം ചെയ്യണം. ഞാൻ ചോദിക്കുന്നതിനൊന്നും അല്ല ഈ കുട്ടി. അത് കേക്കുന്നില്ലാത്തോണ്ടാ. എന്റെ പേര് പറയാൻ. എന്റെ പേര് പറ. മോളെ പേര് ഞാൻ മറന്നു. ആലോചിച്ച് ഇച്ചിരി മുമ്പേ പറഞ്ഞതാ, അവിടെ കിടക്കണ കണ്ടപ്പോ ഇന്ന ആളാന്ന് പറഞ്ഞു. ഇന്ന ആളല്ലാതെ അങ്ങനെ കിടക്കിയാലെന്നും പറഞ്ഞതാ. അപ്പൊ എനിക്ക് ചിരി വന്നു പോയി. ശരിയല്ലേ? പിന്നെ എന്റെ വീട്ടിൽ ഞാനല്ലേ കണക്കത്തൊന്നും. വർത്താനം പറയാൻ പോലും ഇവിടെ സമയം കിട്ടിയിട്ടില്ല. സമയം കിട്ടിയിട്ടില്ല. നീ ഇവിടെ വന്നിട്ട് മൊബൈലിൽ കുത്തല്ലേ പണി, പിന്നെ എങ്ങനെ വർത്താനം പറയാൻ സമയം കിട്ടുന്നേ അല്ലേ? ഇവിടുന്ന് മൊബൈലിൽ കുത്താണ് പണി. ആണോ? ആ ഇച്ചിരി തുണിയൊക്കെ അലക്കി. ഞാൻ അലക്കിയാലെന്ന് പറഞ്ഞു. തുണി അലക്കാൻ ഞാൻ പറഞ്ഞു കൊണ്ടുപോയി. അത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നാളെ മഴയാണെങ്കിൽ എന്നെ ചെയ്യും. എലിക്കുട്ടിയമ്മ വേണം എല്ലാത്തിനും 5-6 വയസ്സ് 5-6 ക്ലാസ് പഠിക്കുമ്പോൾ തുണി അലക്കിക്കാൻ തുടങ്ങിയതാ. ആ എന്നാലും അമ്മ അലക്കുമായിരുന്നു. എന്നാലും ഈ മോള് ഞാനും വരാനില്ലല്ലോ. ഉണ്ട്. എന്താ സ്നേഹം. എലിക്കുട്ടിയമ്മയുടെ പ്രിയപ്പെട്ട ആളല്ലേ. എപ്പോഴും വായിലുള്ള പേരത് മാത്രമേ ഉള്ളൂ. കുടിച്ച് തീർന്നോ? ഇല്ലല്ലോ, ഉണ്ടോ അതിനകത്തുണ്ടല്ലോ. കുടിക്ക്. അതാണ് ചായ കുടിച്ച് കഴിച്ചെന്ന് പറഞ്ഞേ. മുഴുവൻ കുടിക്ക്. ആ കഞ്ഞി കുടിച്ചായിരുന്നോ ഉച്ചയ്ക്ക്? ചായ ആണ്ട് എവിടെ കൊണ്ടു വച്ചിട്ടുണ്ട്. കർത്താനമാലയൊക്കെ ചൊല്ലാ സമയമുണ്ട് ഇനി. കഞ്ഞി കുടിച്ചില്ലേ? പഴാണ് തന്നേ ഉച്ചയ്ക്ക്. ആ ഏത്തപ്പഴാണ് തന്നേ. ആ എന്നാലും കഴിച്ചാൽ മതി. ആ ആ എടുക്കാൻ പോകണം. ആ ഇന്ന് മൊത്തം പ്രാർത്ഥനയായിരുന്നോ? ഇന്ന് മൊത്തം പ്രാർത്ഥനയായിരുന്നോ? എന്നാ ചായ കുടി. ഇതിനകത്തുണ്ടല്ലോ. ആ ഇത് കുടിച്ചേ, അത് കുടിച്ചേ. അത് കുടിക്കുക, അതെടുത്ത് കുടിക്ക്. അയ്യോ അത് കുടിക്കുക, അത് അമ്മയ്ക്കുള്ള കളെ. ആ മട്ടല്ല, അയ്യോ അത് കളയല്ലേ, അത് മരുന്നാ. മരുന്ന് ഇച്ചിരി കൂടെ ഉണ്ട്. 2 കവളം കൂടെ ഉണ്ട്. 80 വേണം. ഇതും കൂടെ ഉണ്ട്. ഇതും കൂടെ ഉണ്ട്. 1 കവളം കൂടെ ഉണ്ട്. ആ വീണ് സാരമില്ല. ഇച്ചിരി കൂടെ ഉണ്ട്. അതുകൂടെ കുടിക്കേ. അത് കളയാനുള്ളതല്ല. ഉടുപ്പ് അതേ വന്നിട്ടുണ്ട്. നെറ്റി വേണമല്ലോ. അമ്മ പോയി കിടന്നോ. ഇനി പ്രാർത്ഥനയാണോ പരിപാടി? ഇനി പ്രാർത്ഥനയാണോ പരിപാടി? ഇനി പ്രാർത്ഥനയാണോ പരിപാടി? പ്രാർത്ഥനയാണോ ഒന്ന് പരിപാടി? പ്രാർത്ഥനയെ ആണോന്ന്? ആ ആ
ഇന്ന് മൊത്തം പ്രാർത്ഥന ആയിരുന്നു പറഞ്ഞു, അതാ ചോദിച്ചേ. ഏ ഇന്ന് മൊത്തം പ്രാർത്ഥന ആയിരുന്നെന്ന് പറഞ്ഞു. ആരാ പറഞ്ഞ? ഇവിടെയുള്ള പെണ്ണുങ്ങൾ, ഇവിടെയുള്ള പെണ്ണുങ്ങളല്ല, വേറെ ആരാ പറയുന്നത്? പോവാ. അമ്മ വീട്ടിലോട്ട് പോയോ? ഇല്ല. ഇല്ലേ? അമ്മ ഇവിടെ ഉണ്ട്. ഇല്ല. ഇവിടെ കാണുന്നില്ലല്ലോ. അമ്മ പുറത്തോട്ട് ഇറങ്ങിയതാ. പശുവിൻ്റെ ആടിൻ്റെ ഒക്കെ അടുത്ത് പോയതാ. ആടിൻ്റെയൊക്കെ അടുത്ത് പോയതാണ്. വെള്ളം കൊടുക്കാൻ പോയിരിക്കും. മാറ്റി കെട്ടാൻ. വെള്ളം കൊടുക്കാൻ പോയായിരിക്കും. ഞങ്ങളെല്ലാം ഒന്നിച്ചായിരിക്കും അല്ലേ? ഞാൻ കൂട്ടി നിൽക്കുമല്ലേ? സ്ഥലം കുറവാ. കൂട്ടി നിൽക്കുമല്ലേ? നീ വന്നാൽ പ്രാർത്ഥിക്കാം. അവളെ വിളിച്ചോണ്ട് പോയി പ്രാർത്ഥനയില്ലേ? അവളെ മൊബൈലിൽ കുത്തിയിരിക്കും. അവളെ വിളിച്ചോണ്ട് പോയി പ്രാർത്ഥനയില്ലേ? പിന്നെ അവർക്കത് എല്ലാ കൂട്ടും അറിയാവുന്നേ. ആണോ? ഇവിടെ വന്നാൽ ഒന്നും ചെയ്യല്ലോ അവള്. ഇവിടെ വന്നാൽ അവളൊന്നും ചെയ്യലല്ലോ. ഇവിടെ വന്നാലൊന്നും ചെയ്യുകയില്ലെന്ന്. കൈ ഒന്ന് കഴിത്തോട്ട് ഇവിടെ പ്രാർത്ഥന നോക്കാം. കഴുകാനില്ല. അമ്മയില്ലേ മോളെ? എവിടെയാ? വേറെ മുറിയില്ല. ഉറക്കാണോ? ഉറക്കം പിടിച്ച പുറത്ത് പണിക്കാ പോയെന്ന്. പുറത്ത് പണിക്കാന്ന്. എന്നാ പറഞ്ഞു? എനിക്കൊന്നും ചെയ്യണേ. പുറത്ത് പോയെന്ന്. വെളിയിലാന്ന്. വെളിയിലാന്ന്. വിവീനയല്ലേ നീന്ന്? വെളിയില് പുറത്താന്ന് മമ്മി. മനസ്സിലായോ? പുറത്താരാ? ഇവിടെയുള്ളവരാണോ? ചെമ്പരത്തിപ്പൂവാ. അത്രയൊന്നുമല്ല, ചെമ്പരത്തിപ്പൂ. നിങ്ങൾ അവിടെ ചെമ്പരത്തിപ്പൂ കാണാം. അവരൊക്കെ ആദ്യമായിട്ടല്ലേ അവിടെ വല്ലേ? മോള് കിടക്കണില്ലേ? കൊച്ചു കിടക്കാൻ വേണ്ടോ? ഇല്ലേ? ഉണ്ടോ? അവള് മൊബൈലും കുത്തിയിരിക്കുമോ? അവൾക്ക് കിടക്കാൻ സമയമായില്ല. അവള് മൊബൈലും കുത്തിയിരിക്കുമെന്ന്. അവൾക്ക് കിടക്കാൻ സമയമായില്ലെന്നേ. ഇരിക്കണ്ടല്ലോ, നീ കിടക്കാൻ നോക്കും. ചെമ്പരത്തിപ്പൂ. അത് ചെമ്പരത്തിപ്പൂവാ. അതാ പറഞ്ഞത് മുമ്പേ ഉടുപ്പാന്ന് പറഞ്ഞ്. വീഡിയോകൾ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ കാണുക.